നമസ്കാരം. റൂട്ടേഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ആയൂരിൽ ഓടകളിൽ കൂടി കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതായി പരാതി. ഓടകളിലെ ഗ്രില്ലിട്ട ഭാഗങ്ങളിൽ കൂടിയാണ് അതീവ ദുർഗന്ധം പുറത്തേക്ക് വരുന്നത്. ചില ദിവസങ്ങളിൽ സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും കടയുടമകൾ പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ആയൂരിൽ ഓടകളിൽ കൂടി കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നതായി പരാതി. ആയൂർ ജംഗ്ഷനിലുള്ള ഓടയിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചു. തുടർന്ന് ആരോഗ്യ പ്രവർത്തകരെത്തി പരിശോധനകൾ നടത്തി. KSTPയുടെ നിയന്ത്രണത്തിലുള്ള ഓടകളുടെ ചില ഭാഗങ്ങളിൽ ഗ്രില്ലുകളിട്ടാണ് മൂടകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്നത്. ആയൂരിലെ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിലുള്ള ഗ്രില്ലിട്ട ഭാഗത്തു നിന്നും അതീവ ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ പരിശോധനയിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തിനെ സമീപിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ വ്യാപകമായ രീതിയിൽ ഓടകളിലേക്ക് കക്കൂസ് മാലിന്യത്തിന്റെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അടിയന്തിരമായി അത് നീക്കം ചെയ്യുവാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളും നാട്ടുകാരും കടയുടമകളും പറഞ്ഞു. ഞാൻ ആയൂർ ടൗണിലെ ഒരു വ്യാപാരിയാണ്. ആയൂർ ജംഗ്ഷനിൽ മെഡിക്കൽ സ്ഥാപനം നടത്തുന്നു. എൻ്റെ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിൽ KSTP ഓട നിർമ്മിച്ചപ്പോൾ ഒരു ഗ്രില്ലിട്ടായിരുന്നു അത് ക്ലോസ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടെന്നറിയില്ല, ഇന്ന് രാവിലെ സ്ഥിരമായി ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കക്കൂസ് മാലിന്യം ഓടയിൽ കൂടി ഒഴുകുന്നതിന്റെ ഭാഗമായി ഭയങ്കര സ്മെല്ല് മുമ്പ് അനുഭവപ്പെട്ടിരുന്നു. എങ്കിൽ കുറച്ചു കാലമായി അത് വിവിധ സ്ഥലങ്ങളിൽ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ബുദ്ധിമുട്ട് ഏകദേശം കുറച്ചു നാളത്തേക്ക് ഒഴിവായിരുന്നു. എങ്കിലും ഇന്ന് രാവിലെ 7:30 വന്ന് ഷോപ്പ് തുറന്നപ്പോൾ എനിക്കോ എൻ്റെ ജീവനക്കാർക്കോ കടയിലോ പരിസരത്തോ നിൽക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഭയങ്കര രീതിയിൽ സ്മെല്ലുണ്ടാവുകയും തല പരിക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സ്പ്രേ ഒക്കെ അടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ കേരള വ്യാപാരി വ്യവസായിയുടെ യൂണിറ്റ് സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയായിട്ടുമായി ബന്ധപ്പെടുകയും അദ്ദേഹം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയിക്കുകയും അവർ വന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയും അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നടത്താമെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പോയിട്ടുള്ളതുമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തും ഗവൺമെന്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും KSTP ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ആയൂർ ടൗണിൽ വരുന്ന പൊതുജനങ്ങൾക്കും ഈ ടൗണിലെ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓടകളിൽ നിന്നും അതീവ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യങ്ങളിൽ പല ദിവസങ്ങളിലും കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റൂട്ടവിഷൻ ന്യൂസ്.